ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഋതിക. പിന്നായിരുന്നു നമ്മുടെ ഈ ബയോളജീൻ്റെ എക്സാം. അപ്പോൾ എനിക്ക് സുവോളജി ആയിരുന്നു ബോട്ടണീനെക്കാട്ടും കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്. ബോട്ടണിയിൽ 2-3 ക്വസ്റ്റനൊക്കെ കുറച്ച് ടഫായിട്ട് തോന്നി. പിന്നെ വൺ വേർഡിൽ അഞ്ചാമത്തെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ 3 എഴുതിയാൽ മതിയല്ലോ, 3 ശരിയാവും തോന്നും കേട്ടോ. പിന്നെ 2 മാർക്കിൻ്റെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 2 മാർക്കിനൊക്കെ കുറേയൊന്നും എഴുതണ്ടല്ലോ, ഒരു മാർക്കിന് മാത്രം എഴുതി വെച്ചാൽ മതി. പക്ഷേ 2 മാർക്കിൻ്റെ ഒക്കെ ഞാൻ കുറേ എഴുതി വെക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റൻ അറിയണമെങ്കിൽ അതിലറിയുന്ന എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ വാരി വലിച്ച് എഴുതി വെക്കും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് ബാക്കി എഴുതാൻ സമയം കിട്ടില്ല. ഇതും വെച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ബാക്കി സോളജിയൊക്കെ എഴുതാനുണ്ടല്ലോ. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ വാച്ചുമില്ല. അപ്പോൾ എത്ര ടൈം പോയി, ഇനി എത്ര ബാക്കിയുണ്ട് എന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ 3 മാർക്കിൻ്റെ ആ ഒരു മീൻസ് ആ ഒരു പേജിൻ്റെ ആ ഒരു സെക്ഷനിൽ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് എൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ സുവോളജി എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, സുവോളജി വേഗം ഇത് എഴുതിയിട്ട് തീർക്കണം, അല്ലെങ്കിൽ പിന്നെ സുവോളജിയിൽ എഴുതാൻ സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ 3 മാർക്കിൻ്റെ ഒക്കെ സ്പീഡിൽ എഴുതി മീൻസ് ഞാൻ 3 മാർക്കിൻ്റെ അത്യാവശ്യം കുറേയൊക്കെ എഴുതി വെക്കണമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും എഴുതിയില്ല. ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ട് 3 മാർക്കിൻ്റെ 3 എഴുതിയാൽ മതി. അപ്പോൾ അതിൽ 20ാമത്തെ ഒന്നും എനിക്ക് ആ ക്വസ്റ്റ്യനെ എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് അറിയുന്നതും കൂടെ എഴുതി വെക്കാൻ പറ്റില്ല. ഞാൻ സ്പീഡിൽ എഴുതിയിട്ട് വേഗം കെട്ടി, ഒരു നൂല് വെച്ചിട്ട് കെട്ടിയിട്ട് വേറൊരു പേപ്പർ വാങ്ങിയിട്ട് സുവോളജി എഴുതാൻ തുടങ്ങി. സുവോളജി ഒരു പേജ് എഴുതി അപ്പുറത്തെ പേജ് എഴുതാൻ തുടങ്ങിയപ്പോൾ ടീച്ചർ പറഞ്ഞു ബോട്ടണി എഴുതി കഴിഞ്ഞ ഒരു പേപ്പറായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു സമയം വരെ ബോട്ടണി എഴുതാൻ സമയം ഉണ്ടായിരുന്നു. പിന്നെ വാച്ചുമില്ല, ഒന്നുമില്ല. പിന്നെ എന്താണ് സംഭവം, ആ സമയം വരെ ഉണ്ടായിരുന്നു എഴുതാൻ. അതുകൊണ്ട് പിന്നെ എൻ്റെ ഒരു മണ്ടത്തരമായിരുന്നു. പിന്നെ ആ ഒരു പേപ്പർ കെട്ടിയതങ്ങ് കൊടുത്തു. ഓക്കെ, ഓണം എക്സാം അല്ലേ, ഇനിയുണ്ടല്ലോ എക്സാം കിടക്കാൻ. അപ്പോൾ പിന്നെ ആശ്വാസമായത്, പിന്നെ തിരക്ക് പിടിക്കണ്ട, പിന്നെ സുവോളജി മെല്ലെ എഴുതിയാൽ മതി. അതുകൊണ്ട് പിന്നെ സുവോളജി മെല്ലെ എഴുതാൻ തുടങ്ങി. സുവോളജി പിന്നെ ടീച്ചർ പിന്നെ പറഞ്ഞു സുവോളജി നിങ്ങൾ എഴുതാൻ തുടങ്ങിക്കോ. അപ്പം എഴുതിയാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ തിരക്ക് പിടിച്ച് എഴുതാൻ തുടങ്ങി. എനിവേസ് പിന്നെ നമ്മൾ മെല്ലെ ബാക്കിയുള്ള ക്വസ്റ്റ്യനൊക്കെ എഴുതാൻ തുടങ്ങി. അപ്പോൾ അതായിരുന്നു സംഭവം. മീൻസ് എൻ്റെ ഒരു മണ്ടത്തരം കാരണം ബോട്ടണി മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയില്ല. സുവോളജി ആയിരുന്നു കുറച്ചും കൂടെ എഴുതാൻ പറ്റിയത്. പിന്നെ സുവോളജിയിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നിയത് ആ ഒരു മാച്ച് ദ ഫോളോയിങ് ഉണ്ടല്ലോ, അത് ഞാൻ പഠിച്ചതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ ഒരു കൺഫ്യൂഷൻ, ഈ ഫസ്റ്റ് മന്ത്, 5th മന്ത്, 3rd മന്ത് ആ സംഭവമൊക്കെ എന്തൊക്കെയാണ് മാച്ച് ചെയ്യാൻ വേണ്ടി, അത് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ ഇനിയും അതേപോലെ തന്നെ 19ാമത്തത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആക്കാനുണ്ടല്ലോ, അത് ശരിക്കും 2 ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ എയും ബിയും കറക്റ്റാക്കി. 18ാമത്തെ എ 3:1, 1:2:1 അത് മറ്റേ കംപ്ലീറ്റ് ഡൊമിനൻസും ഇൻകംപ്ലീറ്റ് ഡൊമിനൻസും അങ്ങനെയാണ് ഞാൻ എഴുതി വെച്ചത്. അല്ലെങ്കിൽ 1ാമത്തത് മോണോ ഹൈബ്രിഡ് ക്രോസ് അങ്ങനെ ആയിരിക്കും. പിന്നെ അങ്ങനെ എന്തൊക്കെയോ എഴുതി വെച്ചു. പിന്നെ സുവോളജി പിന്നെ സമയമുണ്ടല്ലോ, ഞാൻ മെല്ലെ എഴുതി വെച്ചു, മെല്ലെ ആലോചിച്ച്. പിന്നെ എനിക്ക് 1 വേർഡിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ജീൻസ് ദാറ്റ് കൺട്രോൾ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് എന്നുള്ളത് ഞാൻ അലീൽസ് എന്നാണ് എഴുതി വെച്ചത്. അതെനിക്ക് ചെറിയൊരു ഡൗട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ കുഴപ്പമില്ലാണ്ട് തട്ടിമുട്ടിയൊക്കെ എഴുതി വെച്ചു. പിന്നെ ഫുൾ ഫോമൊക്കെ IUDൻ്റെ, IVFൻ്റെ, ET അങ്ങനെയൊക്കെ കുറേ എണ്ണം ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഫുൾ ഫോം പിന്നെ നമുക്ക് അങ്ങനെ എഴുതി വെച്ചു. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ്, പെർമിയേഷൻ, സ്പെർമിയോജനസിസ് അതങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ അങ്ങനെയാണ് സുവോളജി. പിന്നെ ബോട്ടണിയിൽ വരുവാണെങ്കിലും ബോട്ടണിയിൽ എനിക്ക് തോന്നിയത് മറ്റേ 12ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ബയോ പ്രോസസ് എഞ്ചിനീയറിങ്ങും ബയോടെക്നോളജിക്കൽ പ്രൊഡക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആൻറ്റിബയോട്ടിക്, വാക്സിൻ, മെഡിസിൻ അങ്ങനെയൊക്കെ കയ്യിൽ നിന്നിട്ട് എഴുതിയത്. എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ബോട്ടണിയിൽ കുറച്ച്, പ്രത്യേകിച്ച് 14ാമത്തെ ബോട്ടണിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. സെലക്റ്റബിൾ മാർക്കേഴ്സ്, ക്ലോണിമീറ്ററൊക്കെ ബന്ധപ്പെട്ടാണ് ഞാൻ എന്തൊക്കെ എഴുതി വെച്ചു, അതെല്ലാം എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ 11ാമത്തതും ഞാൻ കോളിയോപ്റ്റൈലാണ് എഴുതി വെച്ചത്. ആദ്യം പ്ലുമിയോൾ എഴുതി വെച്ചു, പിന്നെ ഡൗട്ട് തോന്നിയിട്ട് കോളിയോപ്റ്റൈൽ എഴുതി വെച്ചു. എനിക്കറിയത്തില്ല തെറ്റാണോ ശരിയാണോ എന്ന്. 8ാമത്തത് ആ ഒരു സീഡ്സിൻ്റെ മറ്റേ ആൻജിയോസ്പേംസിൻ്റെ സീഡ്സിലുള്ള അഡ്വാൻറ്റേജ് അത് എഴുതാൻ പറഞ്ഞാൽ അത് ഞാൻ ഇന്നലെ സൈലത്തിൻ്റെ ലൈവ് കണ്ടു. അത് പിന്നെ അധികം പരിചയമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഞാൻ വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും ആ ഒരു ക്വസ്റ്റ്യൻ പിന്നെ ഞാൻ കണ്ടതൊക്കെ വെച്ചിട്ട് കയ്യിൽ നിന്നൊക്കെ ഇട്ടിട്ട് അങ്ങനെ എഴുതി വെച്ച സീഡ്സും വാട്ടറൊന്നും വേണ്ട, പിന്നെ എവിടെ വേണമെങ്കിലും അങ്ങനെ സൈഡ്സ് നിൽക്കുമ്പോൾ സ്യൂട്ടബിൾ ആയിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കയ്യിൽ നിന്നിട്ട് എഴുതി. ബോട്ടണിയൊക്കെ പകുതിയും കയ്യിൽ നിന്നിട്ട് എഴുതുക ചെയ്യുന്നത്. പിന്നെ സുവോളജി ആയിരുന്നു ഭേദം, കുറച്ചും കൂടെ പഠിച്ചതൊക്കെ വന്ന് അങ്ങനെ എഴുതി വെച്ചത്. ഇന്നലെ പിന്നെ ഉച്ച വരെ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ്, അതുകൊണ്ട് പിന്നെ ഇന്നലെ ഞാൻ പോയില്ല. ക്ലാസ്സിൽ 60 പേരിൽ 14 പേരെന്താണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങളുടെ അവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും, ഇന്നലെ ഒന്നും ആരും പോയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇന്നലെ കുറച്ചൊക്കെ ഇരുന്ന് പഠിച്ചു.
പിന്നെ ഈ ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഇങ്ങനെ പഠിക്കാനുള്ളൊരു സമയമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓരോരോ ദിവസങ്ങളിലാണല്ലോ. പിന്നെ കെമിസ്ട്രിയും ലാംഗ്വേജും നാളെയും മറ്റന്നാളും ഇരുന്ന് ഇങ്ങനെ ഒപ്പിച്ച് പഠിക്കാം. പിന്നെ ബാക്കി ഫിസിക്സും കെമിസ്ട്രീൻ്റെ കാര്യമൊന്നും പറയണ്ട. ആദ്യത്തെ ഒരു ചാപ്റ്റർ മാത്രം യൂണിറ്റ് ടെസ്റ്റിന് പഠിച്ചത് മാത്രമുണ്ട്. ബാക്കിയുള്ളതൊക്കെ തലേദിവസം ഇനി തലേദിവസം ഇരുന്ന് പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാട്ടണം. പിന്നെ ഇംഗ്ലീഷും അവസാനം അല്ലേ, ഇംഗ്ലീഷും എന്തെങ്കിലും ഒപ്പിക്കാം. അതുകൊണ്ട് പിന്നെ ഓണപ്പരിപാടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ബയോളജീൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് എക്സാം കുഴപ്പമില്ലായിരുന്നു, ഇനിയുള്ളതൊക്കെ എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.